ബണി ബണി സമയമായി, വേഗം താഴേക്ക് വാ. ഏയ് വാട്ടർ പാർക്ക് ടൈം. പിടിച്ചോ. പ്രളയം നമ്മുടെ പടിവാതിൽക്കൽ വരെ എത്തിയില്ലേ? അല്ല, ഇതുവരെ മിസ് കാർക്കർ തിരിച്ചു വന്നില്ലേ? മാഡം രാവിലെ 7 മണിക്ക് എത്തുമെന്നാ പറഞ്ഞിരുന്നത്. ക്ലോക്കിൽ 7 മണി ആയല്ലോ. സംശയമുണ്ടോ? ഹായ് കണ്ണാ സാറേ, എന്താ ഇത്ര രാവിലെ? അല്ല മേഡം, ഇന്നത്തെ കാര്യങ്ങളെല്ലാം മറന്നുപോയോ? നമ്മളിന്ന് വാട്ടർ പാർക്കിൽ പോകാൻ പ്ലാൻ ചെയ്തതല്ലേ? ഓഹോ കുട്ടികളെ, ഞാൻ വളരെ ടയേർഡ് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വാട്ടർ പാർക്കിൽ പോകാൻ പറ്റില്ലേ? ഇന്നലെ ടിവിയിൽ ഹണി സിംഗ് പാടി യോ യോ. അപ്പൊ നമ്മുടെ പ്ലാനുകളൊക്കെ വെള്ളത്തിലായോ? എന്റെ വല്യച്ഛന്റെ മോൻ ഇന്നലെ വാങ്ങിയ ബാറ്റും ബോളും. താങ്കൾ കാറിൽ ഉറങ്ങിക്കോളും, ക്ഷീണമൊക്കെ മാറിക്കോളും. അടികൈ. എന്നാ ഇന്നത്തെ പോക്ക് വേണ്ടാന്ന് വെക്കാം. സംശയമുണ്ടോ? ഇതൊരു നല്ല ഐഡിയ ആണല്ലോ ഖന്ന സാറേ. വാട്ടർ പാർക്കിൽ പോകുന്ന വഴിക്ക് ഞാൻ റെസ്റ്റ് എടുത്തോളാം. എന്നാ പോം. നിങ്ങൾ വേഗം കാറിലേക്ക് സാധനങ്ങൾ എടുത്തു വെക്ക്. അപ്പോഴേക്കും ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നമുക്ക് എല്ലാവർക്കും കൂടി ആ സ്ലൈഡിലൊന്ന് കേറിയിട്ട് വരാം. അയ്യോ വേണ്ട വേണ്ട ഹണി, ഞാൻ കുറച്ചുകൂടി ഒന്ന് വിശ്രമിച്ചോട്ടെ. നിങ്ങൾ പൊയ്ക്കോളൂ. എന്നാ പിന്നെ മേഡത്തിന് സ്ലൈഡിൽ കേറിയിട്ട് വിശ്രമിച്ചൂടെ? ഹണി വാ, നമുക്ക് റൈഡിലേക്ക് പോവാം. മേഡം ഇവിടെ കിടന്ന് കുറച്ചു നേരം ഉറങ്ങട്ടെ. ഓഹോ, താൻ എന്തായി ചെയ്തത്? ഞാൻ ഈ സ്വിമ്മിംഗ് പൂളിൽ ഒന്ന് നീന്തിയതാണ് മാഡം. താൻ നീന്തിയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. വെറുതെ ഈ പപ്പു പാനിപൂരിയെ മര്യാദ പഠിപ്പിക്കാൻ വരല്ലേ. ഞാനിവിടെ അടിച്ചു പൊളിക്കാനാണ് വന്നത്. ഞാൻ ലേഡീസിന് ബഹുമാനം കൊടുക്കുന്ന കൂട്ടത്തിലാ, അല്ലെങ്കിൽ ഉണ്ടല്ലോ. ഏറ്റവും പൊളിച്ചത് തൈരോ അതോ മോരോ? മിസ് കാട്ട്കാരനെ ഭീഷണിപ്പെടുത്താൻ മാത്രം നിനക്ക് ഇത്രയും ധൈര്യോ? അയ്യോ ദേ നോക്ക്, സാറിനെ ആരും തല്ലുന്നു. ഈ പപ്പു പാനിപൂരി ആകെ ലേഡീസിന് മാത്രമേ ബഹുമാനം കൊടുക്കാറുള്ളൂ, മനസ്സിലായോ? ഓഹോ, എടോ കാട്ടുമാക്കാനെ, തോന്നിവാസം കാണിക്കുന്നു. ഇതിങ്ങനെ വിട്ട ശരിയാവില്ല. തനിക്ക് എങ്ങനെ ഖന്ന സാറിനെ അടിക്കാൻ തോന്നി? ഇങ്ങനെ ഇതൊക്കെ ഒരു ടൈം പാസ് അല്ലേ. അവനെ വെറുതെ വിടരുത്. പോകാം. നീ എങ്ങോട്ടാടാ ഡോൾഫിനെ പോലെ ഇങ്ങനെ ഓടിയിട്ട് പോകുന്നത്? നിന്നെ ഇടിച്ച് പപ്പടമാക്കും ഞാൻ. എന്ത് പറ്റി മാഡം? ദാ നോക്കൂ കുട്ടികളെ, ആ ഗുണ്ട കാണിക്കുന്ന തോന്നിവാസം കണ്ടില്ലേ? എന്നെ ഗുണ്ട എന്ന് വിളിക്കരുത്. എന്റെ പേര് പപ്പു പാനിപൂരി എന്നാണ്, മനസ്സിലായോ? കറക്റ്റ് പേരാണ് ഇട്ടിരിക്കുന്നത്. കണ്ടിട്ട് പാനിപ്പൂരി പോലെ തന്നെ ഇരിപ്പുണ്ട്. പടക്കം പിടിച്ചത് വണ്ടിയുടെ ടയർ പൊട്ടിയതാണ്. ഇത് ശരിയാക്കി എടുക്കാൻ 1 മണിക്കൂർ എടുക്കും. ഏത് സമയത്താണ് ടൂറെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാൻ തോന്നിയത്? വളരെ നല്ല സമയത്താണ് ഇറങ്ങി തിരിച്ചത്. ദാ നോക്ക്, എത്ര മനോഹരമായ സ്പെഷ്യൽ പോയിന്റിൽ വന്നാണ് ടയർ പഞ്ചറായെന്ന്. ഇത് വെള്ളച്ചാട്ടമല്ലേ? അതെ, ഫിലിം രാവണനിലെ ഐശ്വര്യയുടെ ഡാൻസ് ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. കൂടാതെ ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലിയിലെ പല സീനുകളും ഇവിടെ വെച്ചാണ് എടുത്തത്. എന്താ, ഇറങ്ങുന്നോ? എന്നാ പിന്നെ ഇറങ്ങിയിട്ട് തന്നെ കാര്യം. എങ്കിൽ വേഗം വരൂ. വാവ്, കൊള്ളാം, അടിപൊളി സ്ഥലം. അയ്യോ എന്റെ മോൻ. നിങ്ങൾ പേടിക്കണ്ട, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. ദാ ഈ കയറിൽ പിടിക്ക്. ആ കുട്ടി പേടിച്ചിരിക്കാ കൊച്ചളിയാ. ഞാൻ അങ്ങോട്ട് ചെല്ലാം. ഹണി, സൂക്ഷിച്ചിറങ്ങ. ഇനി വലിച്ചോ.
ഇതിന് മുകളിൽ കയറി നിന്നാണ് മുഗൾ സൈന്യം അറ്റാക്ക് ചെയ്തത്. പക്ഷേ മഹാരാജാവിന്റെ സൈന്യം അവരെ തോൽപ്പിച്ചു. ഇന്നും ഇവിടുത്തെ ഈ ചുവരുകളിൽ വാളുകളുടെ പാടുകളുണ്ട്. സംശയമുണ്ടോ? ഈ വാളുകളുടെ പാട് കാണാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ച് വന്നത്? അല്ല, ഇവിടെ നിന്ന് സൺസെറ്റ് വളരെ ഭംഗിയായിട്ട് കാണാൻ കഴിയും. ഓഹോ, അതാണോ ഇത്ര വലിയ കാര്യം? എന്റെ ടെറസിൽ നിന്നാലും ഭംഗിയായിട്ട് കാണാം. ഇവിടുത്തെ കഥകളെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. അന്നത്തെ മഹാരാജാവിന്റെ കയ്യിൽ അഭ്യാസങ്ങളെല്ലാം അറിയാവുന്ന ഒരു പോരാളിയായ തത്ത ഉണ്ടായിരുന്നു. ഇന്നും ആ തത്തയുടെ ആത്മാവ് ഈ കോട്ടയുടെ സുരക്ഷയ്ക്കായി കാവൽ നിൽക്കുന്നു. ആ പോരാളിയായ തത്തയുടെ ആത്മാവ് ഇപ്പൊ അങ്ങോട്ട് പറന്നുപോയി. അതെ, എല്ലാവരും നിൽക്കൂ. ഇവൻ ടൂറിസ്റ്റുകളെ ഒന്നും ചെയ്യാറില്ല. യങ് മാൻ, ഇവിടെയാണെങ്കിൽ ആത്മാക്കളുടെ തിരക്കാണല്ലോ. അതേടോ, ഇന്ന് താൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഈ കോട്ട പിടിച്ചടക്കാൻ കഴിയില്ല. അടിപൊളി, വേഗം അടിച്ചോടിക്കാൻ കൊണ്ടുപോയി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇതാണ് ഓൾഡ് സിറ്റി. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന സൗധങ്ങളുണ്ടല്ലോ, ഇത് 1660 ഇവിടുത്തെ മഹാരാജാവ് പണി കഴിപ്പിച്ചതാണ്. പിന്നെ നിങ്ങളുടെ ലെഫ്റ്റിലായിട്ട് മൈതാനത്ത് കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടില്ലേ? ഇവിടം വളരെ വലിയൊരു തടാകമായിരുന്നു. മഹാരാജാവ് റാണിയോടൊത്ത് വഞ്ചിയിൽ യാത്ര ചെയ്യാൻ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. സംശയമുണ്ടോ? പോപ്പട്ടെ, എനിക്കറിയില്ലായിരുന്നു ഹിസ്റ്ററിയെ കുറിച്ച് നിനക്കത്ര നോളജ് ഉണ്ടെന്ന്. എടാ, ഞാൻ പറഞ്ഞേക്കതാ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നതാ. സംശയമുണ്ടോ? ഈ ഗാർഡൻ ദയാ ഗാർഡൻ എന്ന പേരിലാണ് പ്രശസ്തമായിരിക്കുന്നത്. മഹാരാജാവ് തന്റെ അമ്മ ദയയുടെ ഓർമ്മയ്ക്കായാണ് ഇത് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ഇപ്പതാ നിങ്ങൾ ഈ കാണുന്ന പ്രതിമയുണ്ടല്ലോ, അത് അവരുടേതാണ്. അല്ല സാറേ, നിങ്ങൾ എന്താ ഫോട്ടോസ് ഒന്നും എടുക്കുന്നത് കാണുന്നേ ഇല്ലല്ലോ? അത് പിന്നെ അങ്കിൾ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, അഥവാ നമ്മൾ ഈ കാഴ്ചകളൊക്കെ നമ്മുടെ ഈ കണ്ണുകളിലൂടെ കണ്ടില്ല എങ്കിൽ പിന്നെ ഈ മനോഹരമായ കാഴ്ച നമുക്ക് ഫോട്ടോയിൽ കൂടി ആസ്വദിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ മഹാരാജാവിന്റെ കോട്ടയിലേക്ക് പോകും. അവിടെയാണ് മഹാരാജാവ് സമയം ചെലവഴിച്ചിരുന്നത്. യങ് ബോയ്, ഇവിടെ വല്ലാതെ വെയിലടിക്കുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനെന്താ, തീർച്ചയായിട്ടും ചെയ്യാൻ കഴിയും. ദാ പിടിച്ചോങ്കിൽ, ഇതിപ്പോ മൂവിംഗ് റെസ്റ്റോറന്റ് ആയിട്ട് മാറി. വെളിച്ചമുണ്ട്, പിന്നെ അത്യാവശ്യം കാറ്റും ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് യങ് മാൻ. ഈ ചെയ്യുന്നതിനൊക്കെ നിങ്ങളെല്ലാം ശരിക്കും അനുഭവിക്കും. അയ്യോ വേണ്ട, അയ്യോ എടാ, ശ്വാസമെടുക്കാനുള്ള സമയമെങ്കിലും താടാ. അയ്യോ 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 അയ്യോ, വേണ്ട വേണ്ട വേണ്ട. ടൈം പ്ലീസ്. ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടെ. വിസിലടിക്കാനോ സമ്മതിക്കില്ല. എന്നാ പിന്നെ ഞാനൊന്ന് നീന്തിക്കോട്ടെ. എന്നാ പിന്നെ താ വിസിലടിക്ക്. ഓ മൈ ഗോഡ്. കൊച്ചളിയ, ആദ്യം പാനിപ്പുരി പപ്പടാക്കണോ അതോ ബാക്കിയുള്ളവരെ ഇടിച്ച് ചമ്മന്തി ആക്കണോ? നിങ്ങൾ അവരെ നോക്കിക്കോ. ഈ പാനിപ്പൂരി ചട്നി ആക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഇനി നോക്കിക്കോ, തനിക്ക് താഴോട്ട് മുങ്ങാനും പറ്റില്ല, നീന്താനും പറ്റില്ല.
അയ്യോ 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 അടിക്ക്, ശക്തിയായിട്ട് അടിക്ക്, ഇനിയും അടിക്ക്, നന്നായിട്ട് അടിക്ക്. വരൂ കൂട്ടുകാരെ, ഇത് റെയിൻ ഡാൻസ് ടൈം. കൊള്ളാം. ഈ ഇൻവിറ്റേഷൻ മിക്കവാറും എനിക്ക് വേണ്ടി തന്നെ ആയിരിക്കും. പൂച്ചകളുടെ സംഘമായ ബിലാൽ ദേവന്റെ കാറ്റ് ഗ്രൂപ്പ് സംഘം 100 വർഷം തികച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഇൻവൈറ്റഡ് ആണ്. ഇന്ന് വൈകിട്ട് തീർച്ചയായും വരൂ പൂച്ച നഗറിലുള്ള പൂച്ച സ്ട്രീറ്റിലേക്ക്. 12ാം നമ്പർ കെട്ടിടം, മാർജാരപുരം. നല്ല രസമായിരിക്കും ആ പാർട്ടിയില്. അയ്യോ ഇല്ലില്ല, ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ പാർട്ടിയിൽ പൂച്ചകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. അയാള് പറഞ്ഞത് കേട്ടില്ലേ, പൂച്ചകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എന്ന്. അല്ല, എന്റെ ചെവിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ചെവിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിനക്ക് ഭാഗ്യമില്ല പാപ്പട്ടെ. ഞങ്ങളുടെ പാർട്ടിയിൽ പങ്കെടുക്കുമ്പോ നിങ്ങളുടെ TV കണ്ടാ മതി. ഞങ്ങളുടെ കേക്ക് കഴിക്കുമ്പോ അപ്പോഴും നിങ്ങളുടെ TV കണ്ടോണ്ടിരിക്കേ. അയ്യോ, എനിക്ക് ഇപ്പോഴാ ഓർമ്മ വന്നത്, ടിവിയുടെ കണക്ഷൻ ആണെങ്കിൽ കട്ടായിട്ടിരിക്കല്ലേ. ഈ പാർട്ടി ഞങ്ങൾ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുപോ പ്ലീസ്. ഓർമ്മയുണ്ടോ ഹണി, ഇന്നലെ നിന്റെ ദേഹത്ത് വീണ ചമ്മന്തി ക്ലീൻ ആക്കി തന്നത് ഈ ഞാനാ. അതെന്റെ മേത്ത് വീഴ്ത്തിയത് നീ തന്നെയല്ലേ? നിനക്ക് 10 ചോക്ലേറ്റ് ഞാനാണ് തന്നത്. അത് തന്നതല്ല, ഞാനായിട്ട് തട്ടിപ്പറിച്ചെടുത്തതല്ലേ. അപ്പൊ നീ അത് തിരിച്ചു വാങ്ങിച്ചില്ല, അതല്ല സത്യം. കൊച്ചലിയ, ഇവര് നമ്മളെ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുവാണ്. പോപ്പട്ടെ, ജോർദാറെ, നിങ്ങളുടെ ബ്ലാക്ക് മെയിലിംഗ് ഒന്ന് നിർത്ത്. നോക്ക്, നമ്മൾ എത്തിപ്പോയി. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള പൂച്ച ഒരിക്കലും ഓടി ഓടി പോവില്ല. അത് വളരെ ക്ഷമയോട് കൂടി മാത്രമേ നടക്കുള്ളൂ. മനസ്സിലായോ? ബിലാൽ സാറേ, എനിക്കൊരു ഓട്ടോഗ്രാഫ് വേണം. സർ പ്ലീസ് സർ, എനിക്കൊരു ഓട്ടോഗ്രാഫ് തരണം. അതൊക്കെ തരാം, പക്ഷേ ഓട്ടോഗ്രാഫ് എഴുതാനുള്ള പേപ്പർ എവിടെ? ദാ സാറേ, എന്റെ പുറത്ത് തന്നെ എഴുതിക്കോളൂ. ദാ സാറേ, ഇവിടെ എന്റെ മുതുകിൽ തന്നെ എഴുതിക്കോളൂ.
അല്ല, ഈ പൂച്ചകളുടെ പാർട്ടിയിൽ ഈ വേറെ ജന്തുക്കൾ എവിടെ നിന്നാ വന്നത്? മാണ്ടി, ജോണ്ടി, ആണ്ടി, അവന്റെ തലക്കിട്ട് ഒരു ഡണ്ടനാട്ടൻ കൊടുക്ക്. ടൺ കണക്കിന് കണ്ണാവട്ടെ. എന്തായാലും ഇത് കലക്കി. വലിയ നീ എന്തിനാ അത് കുടിച്ചേ? കൈ കഴുകാനുള്ള വെള്ളം അത്. ഹൈ, ഛീ. എടാ, പൂച്ചകളുടെ പാർട്ടിയിൽ കഴുതെന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ നിന്നോട് ഈ ചോദ്യം ചോദിക്കാനിരുന്നതാ. എടാ, നിന്റെ കൂട്ടുകാരന്മാര് പോപ്പട്ട് ജോർദാറോടെ ആ തത്തമ്മയും ആ ഡോഗിയും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ഓ അത് ശരി. അപ്പൊ ഈ രണ്ട് പൂച്ചകളും ആരാണ്? ഓ അത് ശരി, ഇവരാണോ? ഇത് ഞങ്ങളുടെ വണ്ടിയുടെ ഡ്രൈവറും ദാ പിന്നെ അത് തോട്ടക്കാരനുമാണ്. അതെ, ഞാൻ തോട്ടക്കാരനാ. കൂട്ടുകാരെ, നമ്മുടെ കൂട്ടുകാരായ ഹണിയും പണിയും വിദേശികളായ പൂച്ചകളെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ അവരുടെ വിദേശ കാറ്റ് വാക്ക് കാണാൻ പോവുകയാണ്. കാണിക്കൂ. അയ്യോ, അല്ല, ഇവരെന്താ ഇങ്ങനെ നടക്കുന്നത്? ഇവരുടെ ഷർട്ടിൽ ഉറുമ്പ് വല്ലോ കയറിയിട്ടുണ്ടോ? കുന്തം പോലെയാണല്ലോ നടക്കുന്നത്. ബിലാൽ ദേവ് സാറേ, ഇവര് ക്രിയേറ്റീവ് കാറ്റ്സ് ആണ്. ഇവരുടെ കാറ്റ് വാക്കിന് പുതിയ സ്റ്റൈല് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റിക്ക് കൊടുക്കാൻ ഒരു കൈയ്യടി. ഇവര് ക്രിയേറ്റീവ്സ് ആണെന്നോ? എനിക്ക് തോന്നുന്നില്ല. ദാ കണ്ടില്ലേ, പൂച്ചകൾ ക്രിയേറ്റീവ്സ് ആണെന്ന് ഈ സണ്ണി സമ്മതിക്കുന്നില്ല. ഇവന്റെ അഭിപ്രായത്തിൽ പൂച്ചകൾക്ക് പുതുതായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറയുന്നേ. ഓയേ ഓയേ ഓയേ, നീ അങ്ങനെ ചിന്തിച്ചത് വളരെ തെറ്റായി പോയി. അടിക്കവനെ. എന്താ? ബിലാൽ ദേവ് സാറേ, ദാ നോക്ക്. ഇവനെ ഇവിടെ താഴെ ഇട്ടാ തീർച്ചയായിട്ടും ഇവരെ ചിറകോട്ടുമേൽ പറന്നുയരും. വെയിറ്റർ, ദേ നോക്ക്, എനിക്ക് വേണ്ടി അവിടെ പോയി ഐസ്ക്രീം എല്ലാം എടുത്തോണ്ട് വാ. അയ്യോ, വേണ്ട. ഈ പാർട്ടി ഒന്ന് തീർന്നോട്ടെ. ഈ സണ്ണിയെ തല്ലാൻ എലികൾക്ക് ഞാൻ കൊട്ടേഷൻ കൊടുക്കും. ഇത് മോശമായി പോയി സണ്ണി. നീ പൂച്ചയെ പശിയുമായിട്ട് കമ്പയർ ചെയ്തു. നീ പൂച്ചകളെ മാനം കെടുത്തിയിരിക്കുക. നിന്റെ മണ്ടത്തരം കാരണം മറ്റ് ഗസ്റ്റുകൾക്കും അത് ഇത്രയും നേരം മുക്കിന് മുക്ക് തല്ലുകൊണ്ടിട്ടും ഈ കള്ളപ്പൂച്ചകളുടെ കള്ളി പുറത്താക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഈ ഡ്യൂപ്ലിക്കേറ്റ് പൂച്ചകളെ ബിലാലിന്റെ അടുത്ത് കൊണ്ടുപോയി യുവമാരുടെ തുണി അഴിച്ചെടുക്കാം. ദേ നോക്ക്, ബാഹുബലി. അതെ, അവിടെ ഒന്നുമില്ല. ഇങ്ങോട്ട് നോക്ക് ബിലാൽ സാറേ, ഇവന്മാര് പൂച്ചകളൊന്നുമില്ല. ഇത് ഡോഗിയും തത്തമ്മയാണ്. ഞാൻ ഇത്രയും നേരം ഇത് പറയാനാണ് ശ്രമിച്ചോണ്ടിരുന്നത്. ഇപ്പൊ നോക്കിയോ, ഇവിടെ കോസ്റ്റ്യൂം ഞാൻ അഴിച്ചെടുത്ത് കാണിച്ചു തരാം. എടാ സണ്ണി, അത് ഹണിയും പണിയുമാണ്. നമ്മുടെ ഗ്രൂപ്പിലെ ഏറ്റവും ചെറിയ പിള്ളേരാണവർ. എന്താ? ഞങ്ങളെ രക്ഷിക്കണം. ഈ സണ്ണി ഞങ്ങളുടെ പുറകെ നടന്ന് ഞങ്ങൾ ഉപദ്രവിക്കുകയാണ്. എടാ, ഇവന്മാരുടെ കള്ളി വെളിച്ചത്താകും മുമ്പ് ഞാൻ പുറത്താകാൻ നോക്കണം. എത്രയും പെട്ടെന്ന് സ്ഥലപ്പെടുന്ന നല്ലത്. സണ്ണി സ്ഥലം വിട്ട് കൂട്ടുകാരെ, അവനെ അങ്ങ് മറന്നേക്ക്. ഇനി നമുക്ക് സമാധാനത്തോടെ പാർട്ടി എൻജോയ് ചെയ്യാം. സംശയമുണ്ടോ?
എന്തു പറ്റി? എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നേ? ഇത്ര സുന്ദരനായ ഒരു പൂച്ചയെ ഇന്ന് വരെ കണ്ടിട്ടില്ലേ? ഈ പാർട്ടിക്ക് വേണ്ടി നമുക്കൊരു സെൽഫി എടുത്താലോ? കണി വെറുതെ തമാശ കളിക്കരുത്. കുറച്ചൊക്കെ തമാശ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ടൂർ പോകുന്നത് സോർദാറെ? അതെ അതെ ശരിയാണ്. അത് മാത്രമല്ല ഞങ്ങൾക്ക് അതൊരു ഫ്രീ എന്റർടൈൻമെന്റ് ആകുമല്ലോ. അല്ല ഇതെന്തു പറ്റി? ഇദ്ദേഹത്തിന് എന്താ പറ്റിയത്? ഇദ്ദേഹത്തിന് വയറ് വേദനിക്കുന്നുണ്ടെന്ന് ഉടനെ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഓ ഗോഡ്. ഇനിയിപ്പോ ഈ ടൂർ എന്തായാലും ക്യാൻസൽ ചെയ്യേണ്ടി വരും. വളരെ ബുദ്ധിമുട്ടി ഒരു ദിവസം അവധിയെടുത്ത് കുടുംബത്തോടൊപ്പം ടൂർ പോകാൻ വേണ്ടി വന്നതാ.